ശരിക്കും പറഞ്ഞാൽ ശക്തമായ നിയമം കൊണ്ടുപോവാ. AI ക്യാമറ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വണ്ടിയുടെ ഫിനാൻസ് അടവ് മുടങ്ങിയിട്ട് ഗതികെട്ടിട്ട് ആരോട് ചോദിക്കുമെന്നും പറഞ്ഞ് രാവിലെ വണ്ടി എടുത്തിട്ട് തെണ്ടാൻ വേണ്ടി ഇറങ്ങുന്നവൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടാകുന്ന നോക്കലല്ല ഗവൺമെൻറ്റിൻ്റെ പണി. അതിന് AI ക്യാമറ വെച്ച് പിന്നെ അവനായിട്ട് നട്ടം തിരിക്കലല്ല, നാട്ടിലെ ജനങ്ങളായിട്ട് നട്ടം തിരിക്കലല്ല ഈ പറയുന്ന പോലെ അധികാരികളുടെ പണി. ഇതുപോലെ ആരെങ്കിലുമൊക്കെ നാടിനെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ നുഴഞ്ഞു കയറുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അതാത് പോലീസ് സ്റ്റേഷനിൽ നിർദ്ദേശം കൊടുക്കണം. മുൻപൊരു നിയമമുണ്ട്, ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നത്. നമ്മൾ അതിഥി തൊഴിലാളികൾ, അങ്ങനെ പറയാനുള്ളൂ കേട്ടോ, അതിഥി തൊഴിലാളികളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് നിയമം. അവരുടെ ഒറിജിനൽ രേഖകൾ, ID പ്രൂഫുകൾ അവിടെ കൊണ്ട് കൊടുക്കണമെന്നുള്ളതാണ്. എത്ര പേര് ഇത് പാലിക്കുന്നുണ്ട്? റെയിൽവേ സ്റ്റേഷനിൽ എത്ര 1000 ആളുകളാണ് എറണാകുളത്തും ആലപ്പുഴയിലും എന്ന് വേണ്ടുന്ന സകല സ്ഥലത്തും, ഈ പറയുന്ന ട്രിവാൻഡ്രത്തും ഒക്കെ, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് ഒക്കെ വന്നിറങ്ങുന്നത്. എവിടുന്നൊക്കെയാണ്, എത്ര പേരാ വന്നിറങ്ങുന്നത് അല്ലേ? നമ്മൾക്ക് എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ റെയിൽവേ പോലീസ് ഉണ്ടല്ലോ, അവർക്ക് എന്തുകൊണ്ട് ചെക്ക് ചെയ്തുകൂടാ? അവർ ചെക്ക് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ജോലി ചെയ്യുന്നതിനാണ് നമ്മൾ കൂലി കൊടുക്കുന്നത്, ജോലി ചെയ്യണം. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്രയും ആളുകൾ എങ്ങനെ ചെക്ക് ചെയ്യുമെന്നല്ലേ? പുറത്തേക്ക് വരുമ്പോൾ സംശയമുള്ളവരെ ഡീറ്റെയിൽസ് എടുക്കണം, മനസ്സിലായി? എല്ലാവരുടെയും വേണ്ട, മലയാളികളുടെ എടുക്കണ്ട, നമ്മുടെ കേരളത്തിലുള്ളവരുടെ എടുക്കണ്ട. പുറത്തുനിന്ന് വരുന്നവർ വന്നിറങ്ങുമ്പോൾ അവരോട് വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ID ചെക്ക് ചെയ്തിട്ട് വിടാം. ഇനിയിപ്പോൾ അതിനകത്ത് ചെക്ക് ചെയ്യുമ്പോഴും വ്യാജമാണെങ്കിലും പോട്ടെ, പേടിയുണ്ടാവും അവർക്ക് പേടിയുണ്ടാവും. ആ പേടി തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ പേടി തോന്നുമ്പോൾ തന്നെ പലർക്കും സംശയം തോന്നും. അപ്പോൾ നമുക്കറിയാലോ, ഒരു കൂടുതലായിട്ട് പേടിക്കുന്നവനെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വീണ് കിട്ടും. കൊന്നും പീഡിപ്പിച്ചിട്ടൊക്കെയാണ് ഇവന്മാർ അവിടുന്ന് ചാടി ഇങ്ങോട്ട് പോരുന്നത്, മനസ്സിലായോ? കൊല്ലുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട്, ഈ പറയുന്ന പോലെ കൊല്ലാക്കൊലയൊക്കെ ചെയ്തിട്ടൊക്കെയാണ്. നമ്മളുടെ പെരുമ്പാവൂർ ഒരു കൊച്ചിനെ മാർക്കറ്റിൽ കൊന്നിട്ടിട്ട് പോയില്ലേ, ഒരു കൊച്ചിനെ, ഒരു ആസാംകാരി കുട്ടിയാന്ന് തോന്നുന്നു, ബീഹാറി ആസാമിലെ ഒരു ദമ്പതികളുടെ ഒരു കുട്ടി, 8-9 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇവൻ ഐസ്ക്രീം മേടിച്ചിട്ടാന്ന് പറഞ്ഞ്, ഇവൻ ആസാംകാരൻ തന്നെ, ഇവനും മേടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് അതിനെ എടുത്തുകൊണ്ട് പോയിച്ച് ഇവൻ കൊന്നിട്ട് മാർക്കറ്റിൽ കൊണ്ടിട്ടിരുന്ന് ഓർമ്മയുണ്ട? അവൻ ഈ ഒരു ക്രൈം ചെയ്തപ്പോഴാണ്, അവൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോഴാണ് അവൻ ജയിലിൽ കിടന്നിട്ട് അവിടുന്ന് ജയിൽ ചാടി വന്നവനാണ് നമ്മുടെ കേരളത്തിലോട്ട്, മനസ്സിലായോ? അപ്പോൾ ഇവൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവനൊക്കെ പലരും പക്കാ ഫ്രോഡാണ്. അപ്പോൾ ഇവന്മാരെയൊക്കെ നമ്മളിവിടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് നമ്മൾക്ക് വിനാശമാണ്. നമ്മളുടെ നാശത്തിന് വേണ്ടി നമ്മളിതൊക്കെ ചെയ്യുന്നത്. ജനങ്ങൾ കയ്യേറ്റം ചെയ്യുന്നൊരു കാലഘട്ടം വന്ന പ്രശ്നമാണ്. കാരണം ജനങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്, പ്രതിഷേധം. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, പെരുമ്പാവൂർ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് പൊറുതിമുട്ടി. അവിടുത്തെ ജനങ്ങളും ഈ ബായിമാരും തമ്മിൽ ഇപ്പോൾ കോർക്കുന്ന അവസ്ഥയെത്തി. അധികാരികൾ ഇതിന് തക്കതായ കയറ്റി വിട്ടേക്കണമെന്നേ. അവന്മാരുടെ ID പ്രൂഫ് നോക്കിയിട്ട് അവന്മാരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വ്യാജമാണെങ്കിൽ അപ്പോഴേ കയറ്റി വിട്ടേക്കണം, മനസ്സിലായോ? അത് നിയമപരമായിട്ട് തന്നെ കയറ്റി വിടാമല്ലോ, മനസ്സിലായോ? അങ്ങനെ ചെയ്യണം.